ഹായ് ഫ്രണ്ട്സ്, മന്ദാരം ബ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനൊരു കുരുമുളകിൻ്റെ തൈ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. അത് നടുന്നതാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ പഴയ ചട്ടിയിൽ നിന്ന് തട്ടിയെടുത്തിട്ടുള്ള മണ്ണാണിത്. അത് നമ്മൾ കരിയിലയും ചകിരിച്ചോറും എല്ലാം ഇട്ടിട്ട് നന്നായിട്ട് ട്രീറ്റ് ചെയ്തതിന് ശേഷമായിരുന്നു മുന്നേ ചെടി നട്ടിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ ആ കരിയിലൊക്കെ നന്നായിട്ട് പൊടിഞ്ഞ് ചേർന്നിട്ടുണ്ട്. ചകിരിച്ചോറിൻ്റെ ഒക്കെ ഉള്ളതുകൊണ്ട് നല്ല ഇളക്കമുള്ള മണ്ണായിട്ടാണ് ഇത് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതിൽ നമ്മൾ ആദ്യത്തെ ചെടിയുടെ വേരൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അതിലേക്ക് ഡോളമേറ്റ്, പിന്നെ എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക്, അതുപോലെ തന്നെ ചാണകത്തിൻ്റെ പൊടി, ഇത്രയാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അത് നന്നായിട്ട് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ കയ്യിൽ വേറെ വളം, കരിയില കമ്പോസ്റ്റ്, അതുപോലെ കിച്ചൺ കമ്പോസ്റ്റ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഞാൻ എൻ്റെ കയ്യിലുള്ള സാധനങ്ങൾ മാത്രമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ കുരുമുളകും തൈയൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് നമ്മൾ വിളവെടുത്ത് മാറ്റൂലല്ലോ. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ വളമൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ചട്ടിയുടെ ഹോളുകളൊക്കെ അടച്ചതിന് ശേഷം ഞാൻ അടിയിൽ കരിയിലിട്ടിട്ടാണ് സാധാരണ ചെയ്യാറുള്ളത്. ഇതിലേക്ക് ഞാൻ കരിയിലിട്ട് കൊടുക്കണില്ല. കരിയില ഇട്ട് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. ഇപ്പം ഞാൻ ഇട്ട് കൊടുക്കുന്നില്ല. കാരണം അത്യാവശ്യം ഇളക്കമുള്ള ഒരു മണ്ണാണിത്. അതുകൊണ്ട് തന്നെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മണ്ണ് ഏകദേശം ഒരു പകുതിയോളം ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അത് നല്ല രീതിയിൽ വേരോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് മാറ്റുക. അതിന് ശേഷം നമ്മളെ കുരുമുളകിൻ്റെ തൈ കവറിൽ നിന്ന് പൊട്ടിക്കുക. ഇത് ഗ്രോ ബാഗ് കീറാതെ എടുക്കാൻ നോക്കിയത്, പക്ഷെ അത് കിട്ടുന്നില്ല. നല്ല തറഞ്ഞിരിക്കണ മണ്ണാണ്. അപ്പോൾ എന്തായാലും ഞാൻ ഗ്രോ ബാഗ് കീറി എടുക്കാമെന്ന് കരുതി. മണ്ണ് നല്ല ഒട്ടുന്ന ഒരു സൈസ് മണ്ണാണ്. അപ്പോൾ ആ മണ്ണോട് കൂടി വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വേരുകൾക്കൊക്കെ വായുസഞ്ചാരം കിട്ടാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഞാൻ അതിലെ മണ്ണുകൾ കുറച്ച് ഭാഗങ്ങളൊക്കെ വേരിന് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ മുറിഞ്ഞു പോവാതെ അത് പൊട്ടിച്ച് കുറച്ച് മണ്ണൊക്കെ അതിൽ നിന്ന് മാറ്റുന്നുണ്ട്. ഇങ്ങനെ മണ്ണ് മാറ്റുന്ന സമയത്ത് വേരുകൾക്ക് എന്തെങ്കിലും പറ്റുന്നത് നോക്കണം. കാരണം വേരിന് മുറിവോ പൊട്ടോ എന്തെങ്കിലും പറ്റിയാൽ അത് ചിലപ്പോൾ നാശമായി പോകാൻ സാധ്യതയുണ്ട്. അപ്പം അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതിനുശേഷം നമ്മൾ ഈ ചട്ടിയിൽ മണ്ണിട്ടുണ്ടല്ലോ, അതിൻ്റെ നടുവിലേക്ക് ഒരു ചെറിയ കുഴി പോലെ എടുത്തിട്ട് അതിലേക്ക് ഇത് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ബാക്കി മണ്ണുണ്ടല്ലോ, അതും കൂടി ഇതിൻ്റെ മുരട്ടേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒന്ന് പ്രസ് ചെയ്ത് അതിനെ അവിടെ അമർത്തി ഉറപ്പിച്ച് നിർത്തി കൊടുക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ, നമ്മുടെ കുരുമുളകിൻ്റെ തൈ നട്ട് കഴിഞ്ഞു. ഇനി ഇതിൽ നിന്ന് വേണം പുതിയ കുരുമുളക് തൈകളൊക്കെ ഉൽപ്പാദിപ്പിച്ചെടുക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. അപ്പോൾ അതാ നട്ട് കഴിഞ്ഞു. ഇനി ഇത് ഒരാഴ്ചക്ക് ശേഷം ഇതിൽ തിരി വന്നിട്ടുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. ഒറ്റ തിരിയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.